ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തേത് ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. രാവിലത്തെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അത്തപ്പൂ ഇടലാണല്ലോ. അത്തം തൊട്ട് അത്തം ഉദിച്ച് കഴിഞ്ഞാൽ അത്തം തൊട്ട് തിരുവോണം വരെ നമ്മൾ അത്തപ്പൂ ഇടണം എന്നാണ്. പക്ഷേ ഇതിപ്പം ഒള്ളി തിരുവോണത്തിൻ്റെ ദിവസം മാത്രമാണ് ഞാൻ അത്തപ്പൂ ഇടുന്നത്. അതിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ദിവസം മാത്രമാണ് ഞാൻ അത്തപ്പൂ ഇടുന്നത്. പക്ഷേ 10 ദിവസം ഇടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഫസ്റ്റ് തലേന്നേ പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ എടുത്ത് അത്തപ്പൂവൊക്കെ ഇട്ടാൽ കൂടുതൽ ലേറ്റ് ആവുമല്ലോ, കൂടുതൽ സമയം പോകും. അതുകൊണ്ട് തലേന്നേ പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഒരു അടിപൊളി അത്തപ്പൂ ഇട്ടു. എല്ലാ വട്ടത്തിനെക്കാട്ടിലും കുറച്ച് വലുതും കുറച്ച് കൂടുതൽ ഭംഗിയുള്ള അത്തപ്പൂവായിരുന്നു ഈ വട്ടത്തേത്. ലാസ്റ്റിൽ നമ്മൾ നടുക്ക് വിളക്കൊക്കെ വെച്ചു അടിപൊളിയാക്കി. പിന്നെ അടുത്തത് നമുക്ക് റെഡി ആവണമല്ലോ. അത്തപ്പൂ ഇത്രയും അടിപൊളി അത്തപ്പൂ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ. അതിന് പിന്നെ റെഡിയായിട്ട് പിന്നെ ഒരു ഫോട്ടോ സെക്ഷനായിരുന്നു. ഞാനും അപ്പച്ചിയും ഒക്കെ കൂടെ ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത് പോലെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ സാധനം നമ്മുടെ ഓണസദ്യ പ്രിപ്പറേഷൻസ്. ഓൾറെഡി അടുക്കളയിൽ ഓണം സദ്യ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ, പരിപ്പ്, പപ്പടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഓണമാകുമ്പം എല്ലാ കറികളും ഒക്കെ നമ്മൾ ആ ഡേ തന്നെ എല്ലാം ഉണ്ടാക്കും. അങ്ങനെ എല്ലാം റെഡിയാക്കി. പിന്നെ ഫസ്റ്റ് ഒരു ദൈവത്തിനായിട്ടൊരു സങ്കല്പമാണല്ലോ. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ വയ്ക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചു. അതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ കറികളൊന്നും എടുത്തെടുത്ത് എന്താണെന്ന് പറയുന്നില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കറികളൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഓരോന്നും വെച്ചു. ഞങ്ങൾ മൂന്ന് പേരും, ഞാനും എൻ്റെ അപ്പച്ചിയും വൈഷുവും മാത്രമേ ഉള്ളായിരുന്നു. ചിറ്റപ്പന് ഓഫീസിൽ പോകണമായിരുന്നു, അവധി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നാട്ടിലാണെങ്കിൽ ഉറപ്പായിട്ടും ഓണത്തിന് 2-3 ദിവസം എവിടെ ആണെങ്കിലും അവധിയായേനെ. സ്കൂളിലൊക്കെ നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ 10 ദിവസം ഓണം വെക്കേഷൻസ് കിട്ടേനെ. ഇതിപ്പോൾ എനിക്കും അവധിയില്ല, ഞാൻ ഒരു ഡേ ലീവ് എടുത്തു. പക്ഷേ ചിറ്റപ്പന് ലീവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു ഓണം ആഘോഷിക്കാനും സദ്യ കഴിക്കാനും ഒക്കെ. ആൾക്കാർ കൂടുതലുണ്ടെങ്കിലാണല്ലോ നമ്മൾ സദ്യ നല്ല ഏത് ഫുഡാണെങ്കിലും ടേസ്റ്റ് കൂടുന്നത് ഒരുപാട് ആൾക്കാർ കൂടി കഴിക്കുമ്പോഴാണ്, നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചു. പിന്നെ പായസം, പ്രഥമനായിരുന്നു ഞങ്ങൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നത്, അത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഓണം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ വേറെ പ്രത്യേകിച്ച് ആഘോഷമൊന്നും ഇല്ലായിരുന്നു. വീട്ടിലത്തെ ആഘോഷങ്ങളൊക്കെ ഉള്ളായിരുന്നു. കാരണം ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനിയും അടുത്ത ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വക ഹാപ്പി ഓണം ആൻഡ് ബൈ.